പ്രിയങ്ക ഗാന്ധി എന്ന് വിളിക്കുന്നതാണോ ശരി, പ്രിയങ്ക വാദ്രയാണോ യഥാർത്ഥത്തിൽ ശരി എന്ന കാര്യത്തിലൊക്കെ വലിയ ഡിബേറ്റ് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും പ്രിയങ്ക വാദ്ര എന്ന് വിളിക്കാം. പ്രിയങ്ക വാദ്ര ഇപ്പം അംഗീകരിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ BJPയുടെ വിജയം. അല്ല, പ്രിയങ്ക വാദ്ര എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന ഈ അവരുടെ അഫിഡവിറ്റിലെല്ലാം പേര് പ്രിയങ്ക വാദ്ര എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രിയങ്ക വാദ്ര എന്ന് വിളിക്കുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഗാന്ധി അല്ലല്ലോ, ഗാന്ധി കുടുംബമല്ല, ഗണ്ഡി കുടുംബമാണ്. ആ ഗണ്ഡിയാണ് പിന്നീട് ഗാന്ധിയായത്. അതെന്തോ ആവട്ടെ. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രിയങ്ക ഗാന്ധി BJPയെ അങ്ങ് മനസ്സറിഞ്ഞ് പ്രശംസിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഡൽഹിയിൽ ഒരു 3 പതിറ്റാണ്ടിന് ശേഷം അധികാരം തകർത്ത്, അതായത് ആം ആദ്മി പാർട്ടിയുടെ കുത്തക അധികാരം തകർത്ത് അവിടെ BJP അധികാരത്തിലേക്ക് ഏറിയപ്പോൾ ആദ്യഘട്ടത്തിൽ അവർ പ്രതികരിച്ചത്, ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കണ്ടില്ല, ഞാൻ കണ്ടിട്ട് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഈ പറയുന്ന പോലെ പിണറായി വിജയൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, വാർത്താ സമ്മേളനത്തിലൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാറ് എനക്കറിയില്ല എന്നാണ് പറയാറ്. തനി നാടൻ കണ്ണൂർ ഭാഷയിൽ പറയും എനക്കറിയില്ല എന്ന്. അതുപോലെ തന്നെ പ്രിയങ്ക വാദ്രയും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് കളികൾ മാറി തുടങ്ങിയപ്പോൾ BJP ഒരു ഏകപക്ഷീയമായ നിലയിൽ കുതിപ്പ് തുടങ്ങിയപ്പോൾ പ്രിയങ്ക ഗാന്ധി അതിന് അനുകൂലമായി, അല്ലെങ്കിൽ അത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അവർ ആ സമയത്ത് ഡൽഹിയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്, ടെലിവിഷന് മുമ്പിലായിരുന്നില്ല ഉണ്ടായിരുന്നത്, അവർ വയനാട് മണ്ഡലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചുകൂടെ പ്രിയങ്ക ഗാന്ധിക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ തിരഞ്ഞെടുപ്പുകളൊന്നും നോക്കി നിന്നാൽ അടുത്ത തവണ തന്നെ വയനാട് മണ്ഡലത്തിൽ നിന്ന് തിരിച്ചയക്കാൻ, ഇതുപോലെ തന്നെ പറഞ്ഞയക്കാൻ ആളുകൾ ഉണ്ടാവില്ല എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം പ്രിയങ്ക ഈ സമയത്തും വയനാട് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ പറഞ്ഞത് ഇതാണ്, അതായത് 3 പതിറ്റാണ്ട് കാലത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അധികാര കുത്തകയെ അട്ടിമറിച്ചുകൊണ്ട് BJP അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ജനങ്ങൾ ഒരു വലിയ മാറ്റം ആഗ്രഹിച്ചിരുന്നു എന്നുള്ള സത്യമാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ, അതായത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യം മുതലേ അടിത്തട്ട് വർക്കുകൾ അവിടെ ആരംഭിച്ചു. അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ആളുകൾ കൊതിക്കുന്നുണ്ട്, അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. പക്ഷേ അവർ പറയാതെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായി ഇത് BJP കൊണ്ടുപോകും എന്നുള്ളത്, പക്ഷേ നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ദാസ എന്ന നിലയിലാണ് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പ്രിയങ്ക ഗാന്ധി ഈ ഒരു വിഷയത്തിൽ BJPയോട് ഒരു മൃദു സമീപനം സ്വീകരിച്ചു എന്നുള്ളത് കൂടിയാണ് നമ്മൾ കാണുന്നത്. വാദ്രയ്ക്ക് മനസ്സിലായിരിക്കുന്നു, അതായത് BJP എന്ന് പറയുന്നത് ഒരു വലിയ ഫോഴ്സാണ്, അവർക്കെതിരെ മുട്ടാൻ ഇനി കോൺഗ്രസിന് പറ്റില്ല. അപ്പോൾ അവരെ തഴുകിക്കൊണ്ട് തലോടിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മാത്രമേ ഇനി തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യയിൽ നടത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ തങ്ങളുടെ ദേശവിരുദ്ധത മുഴുവൻ അവർ പുറത്തേക്കിടും എന്ന് വാദ്ര അടക്കമുള്ള കുടുംബത്തിന് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ പക്ഷേ ഇവർ ഈ അടിത്തട്ടിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ വാർത്ത. പക്ഷേ ഈ അടിത്തട്ടിൽ പ്രവർത്തിച്ചിട്ട് ഒരു സീറ്റെങ്കിലും കിട്ടണ്ടേ? അല്ല, അടിത്തട്ടിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും. പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചു ഞാൻ പറഞ്ഞില്ലല്ലോ, അടിത്തട്ടിൽ പ്രവർത്തിച്ചു എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് അവരും പറഞ്ഞത്, അടിത്തട്ടിൽ പ്രവർത്തിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ, പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചില്ല. ആർക്കും അടിത്തട്ടിൽ പ്രവർത്തിക്കാം. അതായത് രാഹുൽ 3 ദേശീയ നേതാക്കളിലുള്ള മത്സരമായിരുന്നല്ലോ ഡൽഹി എന്ന് പറയുന്നത്. അതിനൊടുവിൽ നരേന്ദ്രമോദിയാണ് ഉയർന്നു വരികയും രാഹുൽ ഗാന്ധി ചിത്രത്തിലേ ഇല്ല രാഹുൽ ഗാന്ധി. അതായത് എന്താണ് രാഹുലിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വിളിച്ചോദിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിപ്പോയി, ഒരു വിജയം തന്നെ ആയിപ്പോയി ഇതെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, BJP ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനോടൊരു നന്ദി പറയണ്ടേ? കാരണം ആപ്പിനെതിരെ നിരന്തരമായിട്ട് പോരാട്ടം നടത്തിയതും ആപ്പിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ജനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിച്ചതിൽ കോൺഗ്രസിന് വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ ഈ ഡൽഹിയിലെ അഴിമതി കേസ് അടക്കം, ഈ മദ്യനയ അഴിമതി അടക്കം ആദ്യം പത്രസമ്മേളനം വിളിച്ച് ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതൊക്കെ കോൺഗ്രസ് ആയിരുന്നു. അല്ല, ഞാൻ അതാണ് പറയാൻ വന്നത്. കാരണം മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണം ഉയർത്തിയത് BJPയേക്കാൾ ആരാണ്? ഈ പറയുന്ന കോൺഗ്രസ് ആണ്. ഡൽഹിയിലെ ലെഫ്റ്റനൻറ്റ് ഗവർണർക്ക് ഈ പറയുന്നത് പോലെ പരാതി കൊടുത്തതും കോൺഗ്രസ് ആണ്.
അപ്പോൾ കോൺഗ്രസ് ആണ് തുടക്കമിട്ടത്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ഒന്ന് ആഴത്തിൽ വിശകലനം ചെയ്ത് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി ഈ എങ്ങനെയാണ് ആം ആദ്മി, അതായത് ഒരു മതേതരത്വ ചേരിയിൽ നിൽക്കുന്ന ആം ആദ്മി പാർട്ടി എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്ന ആം ആദ്മി പാർട്ടി, ഇന്ത്യ മുന്നണിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആം ആദ്മി പാർട്ടി, അവർക്ക് വേണ്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഡൽഹിയിലെ മൈതാനങ്ങളിൽ പോയി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള ആളുകൾ, ഇവർ ഒരു 2 വർഷം ഒരു വർഷം കഴിയുമ്പോഴേക്ക് എന്താണ് ഇവരെ തിരിച്ചു പറഞ്ഞു എന്നതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണെന്നറിയോ? ഇവർ ആം ആദ്മി പാർട്ടി കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രുവാണ് എന്നുള്ളതാണ്. കാരണം ഇവർക്ക് അധികാരമുണ്ടായിരുന്ന കാലങ്ങളോളം ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനത്തിലൊന്നായിരുന്നു ഈ പറയുന്ന ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി എന്ന് പറയുന്നത്. ഷീലാ ദീക്ഷിത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്നുകൊണ്ട് അവർ ഭരിച്ച അത്യുജ്വല വിജയം തന്നെയായിരുന്നു കോൺഗ്രസ് അവിടെ നേടിക്കൊണ്ടിരുന്നത്. അതെ, വളരെ പോപ്പുലാരിറ്റി നേതാവായിരുന്നു, കഴിവുള്ള നേതാവായിരുന്നു. പിന്നീട് അവർ ഗവർണറൊക്കെ ആയിപ്പോയി. അവരെ മലർത്തിയടിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വന്നപ്പോൾ കോൺഗ്രസ് പകച്ചുപോയി എന്നുള്ളതാണ്. ഒരു സംസ്ഥാനം അങ്ങനെ രക്ഷപ്പെട്ടു. രണ്ടാമത്തത് രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഉദ്ദേശിച്ചത് നഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ. 2 ശരിയാണ്. അപ്പോൾ രണ്ടാമത്തത് ഇവിടെ പഞ്ചാബ് ആറ്റുനോറ്റ് കോൺഗ്രസ് ഇങ്ങനെ കൊണ്ടു നടന്ന ഒരു സംസ്ഥാനമാണ്. അവിടെയും ആം ആദ്മി പാർട്ടി പോയിട്ട് എന്താണ് കോൺഗ്രസിനെയാണ് താഴെ ഇറക്കിയിട്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ കയറി. 2 സ്ഥലത്തും BJPയോട് ആയിരുന്നില്ല ആം ആദ്മി പാർട്ടി ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ്. പിന്നെ ഏക ഏറ്റുമുട്ടൽ സാധ്യതയുണ്ടായിരുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ആ ഗോവയ്ക്കകത്ത് ഇവർ പോയിട്ട് എന്താ ചെയ്തത്? ഗോവയ്ക്കകത്ത് ഇവർ പോയിട്ട് ആം ആദ്മി പാർട്ടിക്ക് കാര്യമായ ഒരു ചലനം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞതുമില്ല. നേരെ തിരിച്ച് ഗുജറാത്തിൽ വലിയ ഒരു മെജോറിറ്റി ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ്, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പല്ല, അതിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാമമാത്രമായ സീറ്റുകൾക്കാണ് അവിടെ കോൺഗ്രസ് അധികാരം നഷ്ടപ്പെട്ടത് ഗുജറാത്തിൽ. പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കി അവർ ആം ആദ്മി പാർട്ടി അവർക്ക് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ വേണ്ടത്ര ആം ആദ്മി വോട്ട് കോൺഗ്രസിന് കിട്ടിയില്ല. കോൺഗ്രസിന്റെ വോട്ടുകളാണ് ആം ആദ്മി പാർട്ടി പിടിച്ചതും. മനസ്സിലായില്ലേ? അവിടെയും കോൺഗ്രസിന് പാര പണിഞ്ഞു. മാത്രമല്ല 8 നിലയിൽ പൊട്ടുകയായിരുന്നു ഗുജറാത്തിൽ. കോൺഗ്രസ് ഗുജറാത്തിൽ തിരിച്ചു വരാനാകാത്ത വിധത്തിൽ നാമാവശേഷമായിരുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസ് പോയി. ഹരിയാനയിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്ന ചെറിയ സാധ്യതകൾ അവിടെ 2 or 3 സ്ഥാനാർത്ഥികളെ നിർത്തി ഇല്ലാതാക്കാൻ ഇവർ ശ്രമിച്ചു. മൊത്തത്തിൽ ഈ ആം ആദ്മി പാർട്ടിയോട് ഒരു പക തന്നെ കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. എല്ലായിടത്തും പോയിട്ട് BJPയെ ഞങ്ങളിപ്പോൾ തറപറ്റിക്കും, BJP ഇപ്പം ഞങ്ങൾ തറപറ്റിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആം ആദ്മി പാർട്ടി എല്ലായിടത്തും തറപറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇലക്ഷൻ വരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് ആണ് ആം ആദ്മി പാർട്ടിയെ താഴെ ഇറക്കിയതെന്ന് പറയുമ്പോഴും കോൺഗ്രസ് ചെയ്ത ഒരു വലിയ കാര്യമുണ്ട്. അതായത് ഒരു 10 സീറ്റ് ഞങ്ങൾക്ക് തരൂ. ആം ആദ്മി പാർട്ടിയോട് പറഞ്ഞു, 10 സീറ്റ് ഞങ്ങൾക്ക് തരൂ, നിങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കാം, നമുക്ക് സഖ്യമായി നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം. അതുപോലെ തന്നെ NCP, സമാജ്വാദി പാർട്ടി, എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് ചേർന്നുകൊണ്ടൊരു മുന്നണിയായി BJPയെ നേരിടാമെന്ന് പറഞ്ഞിടത്ത് ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയായിരുന്നു, അല്ലെങ്കിൽ അഹങ്കാരമായിരുന്നു. ഈ പറയുന്ന പോലെ 10 സീറ്റ് പോയിട്ട് 1 സീറ്റ് പോലും ഇവർക്ക് കൊടുത്തില്ല, CPIക്കോ CPMനോ കൊടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? കോൺഗ്രസ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, ആ വോട്ട് ഇവർ പിടിച്ചു. ആരാ കാരണക്കാർ? കോൺഗ്രസ് ആണോ? അതിനുള്ളൊരു കാരണം ഉണ്ടാവും. കാരണം അത് എന്തിനാണ് അത് സ്വീകരിച്ചതെന്നുള്ളതൊരു നമുക്കറിയില്ല. കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഒപ്പം ചേർന്നൊരു പാർട്ടിയാണ് ഈ ആം ആദ്മി പാർട്ടി. പിന്നീട് അവർക്കെതിരെ അസ്വാരസ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷെ ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ ഇവർക്ക് സീറ്റ് നൽകി ഇവരുടെ പിന്തുണയോട് കൂടിയിട്ടൊക്കെ മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ളൊരു കുഴപ്പങ്ങൾ ഉണ്ടാക്കും. കാരണം ആദ്യം തന്നെ പാർട്ടി രൂപീകരിച്ചത് തന്നെ കോൺഗ്രസിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ്. അതേ കോൺഗ്രസിൻ്റെ കൂടെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ മത്സരിക്കാൻ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പാർട്ടി നേതൃത്വത്തിന് ഒരുപക്ഷെ തോന്നിക്കാണാം അരവിന്ദ് കെജ്രിവാളിന്. പക്ഷെ അതൊരു അഹങ്കാരമായിട്ടും ആളുകൾ ചിത്രീകരിക്കുന്നു. അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. ഇദ്ദേഹത്തിന്റെ വിചാരം ജയിലിൽ കിടന്നാലും താൻ വന്ന് പുറത്തിറങ്ങി മത്സരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ അങ്ങ് ജയിപ്പിച്ചു വിടുന്നതാണ് അരവിന്ദ് കെജ്രിവാൾ വിചാരിച്ചത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് ഗൗതമേ, ഈ കണക്കുകൾ അവരെ താളം തെറ്റിച്ചു, അവരുടെ കണക്ക് കൂട്ടലുകളെ താളം തെറ്റിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പല മണ്ഡലങ്ങളിലും 1500 1800 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിടത്ത് കോൺഗ്രസിൻ്റെ വോട്ട് എത്രയാണ്? 2000, 2500, 3000, 3500 ഒക്കെ വോട്ട് പിടിച്ച സ്ഥലങ്ങളുണ്ട്.
അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രീതിയിൽ കൂടെ കാര്യങ്ങൾ നമ്മൾ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്ത് തന്നെയായാലും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമൊക്കെ മനസ്സിൽ BJP ഡൽഹി പിടിച്ചതിൽ സന്തോഷമാണ്. കാരണം ഇനി തങ്ങൾക്ക് ഉയർന്നു വരാമെന്നുള്ള കാര്യമാണ്. പിന്നെ കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരാതെ മത്സരിച്ചത് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനാണ്. ഇനി മുതൽ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്, അടുത്തിട്ട് വർക്ക് നടത്തി ഒറ്റയ്ക്ക് നിന്ന് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അതിനിടയിൽ കൂടി വാട നനയുമ്പോൾ ചീര നനയും എന്നൊരു പ്രയോഗമുണ്ട്. അതിനിടയിൽ കൂടി CPM-ന്റെ കുറേ നേതാക്കന്മാർ ചോദിക്കുന്നത് കേട്ടു, കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലേ, അവരോടൊപ്പം സഹകരിച്ചോ, അതുകൊണ്ടല്ലേ തോറ്റുപോയത്. പക്ഷെ അത് അവർ ആം ആദ്മി പാർട്ടിയുടെ അഹങ്കാരം കൊണ്ട് ഇവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഉള്ളത്. ശരി, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇതേ പറഞ്ഞ CPM അവിടെ 10 സ്ഥാനാർത്ഥികൾ നിർത്തിയില്ലേ? 10 എന്തുകൊണ്ട് ഇവർക്ക് പിന്തുണ കൊടുത്തില്ല? ഈ 10 സീറ്റുകളിൽ നിന്നായിട്ട് 393 വോട്ടുകളാണ് കിട്ടിയത്. നോട്ടയ്ക്ക് പുറകിൽ 0.001 ഒരു ശതമാനം കീഴാണെന്നും അറിയില്ല. അതുപോലെ അതൊരു തരിവില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്ത് തന്നെയായാലും BJP-യുടെ ഈ രാഷ്ട്രീയ വിജയം പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ താമസിക്കുന്ന കോൺഗ്രസ്, CPM അതുപോലെ എല്ലാ നേതാക്കന്മാർക്കും അവരവരുടെ പാർട്ടിക്ക് വേണ്ടി ഒന്ന് വോട്ട് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി.